നമ്മുടെ ഹാഫ് ആൻ അവർ എപ്പിസോഡ് ദയവായിട്ട് പ്ലേ കടക്കുവാണ്. അതിന് മുൻപായിട്ട് രമേശ് ഏട്ടാ പ്ലീസ്. അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്നിവിടെ നിന്ന് പെർഫോം ചെയ്തത്. അദ്ദേഹം ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം ഇത് ചെയ്ത് ശീലമുള്ള ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്രമമാണ്. അപ്പോൾ ഷൂട്ടിങ്ങിന് മുമ്പും ശേഷവും ഒക്കെ അദ്ദേഹം നമ്മളോട് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അതിൻ്റെ ഒരു പെർഫെക്ഷനെ കുറിച്ചാണ്. എൻ്റെ പെർഫോമൻസ് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇവിടെ പെർഫോം ചെയ്തു. അദ്ദേഹം ശ്രമിച്ചത് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏത് ചെറിയ ശ്രമവും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ നമ്മൾ അനന്തകൃഷ്ണനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ, നമ്മൾ പരിണാമ സിദ്ധാന്തം വിശ്വസിച്ചാലും ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചാലും മനുഷ്യൻ ക്ലെയിം ചെയ്യുന്ന അവകാശപ്പെടുന്ന ഒരു വലിയ കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടി, അതായത് ഏറ്റവും പെർഫെക്റ്റായ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്ന് പറയും. വേറൊരു ജീവിയും അങ്ങനെ ഒരു ക്ലെയിം കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ തന്നെ അവകാശപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷേ 10 ഉറുമ്പ് ഒന്നിച്ച് വന്നാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത നമ്മൾ 10 ഉറുമ്പ് വന്നാൽ മതി, കടിച്ചാൽ നമ്മൾ ഓടിക്കളയും. കൊതുക് വന്നാൽ വല്ല രക്ഷയുണ്ടോ? വലയിടാണ്ട് കിടക്കാൻ പറ്റുമോ? കൊതുക് വന്നാൽ നമ്മളെ കടിക്കും, നമ്മുടെ പിടുത്തം വിട്ടുപോകും. ഒരു കാക്കക്കൂട്ടി കല്ലെറിഞ്ഞിട്ട് നടന്നു നോക്കിയോ, കാക്ക പുറകെ നടന്ന് കുത്തും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇത്രയും ലിമിറ്റഡായ പരിമിതിയുള്ള മനുഷ്യനാണ് നമ്മൾ ഏറ്റവും പെർഫെക്റ്റായ സൃഷ്ടി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ ഡെവലപ്ഡ് സെറിബ്രമാണ്, നമ്മുടെ ബ്രെയിനാണ്. ബുദ്ധി കൊണ്ടാണ് മനുഷ്യൻ ലോകത്തെ കീഴടക്കിയിട്ടുള്ളത്. ബുദ്ധിയാണ് നമുക്ക് എക്സ്ട്രാ തന്നൊരു കാര്യം. അതേപോലെ വേറൊരു ജീവിയും ചെയ്യാത്തതാണ് തമാശ മനസ്സിലാക്കി ചിരിക്കുക എന്ന് പറയുന്നത്. കരച്ചിൽ എല്ലാ ജീവിയും കരയും, പക്ഷേ ചിരിക്കുന്ന വേറൊരു ജീവിയിൽ. ഇളി എന്ന് പറഞ്ഞ് കുരങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് കിട്ടും, പക്ഷേ അത് തമാശ കണ്ട് ചിരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ഒരു കഴിവാണ് ചിരിക്കാനുള്ള ഈ കഴിവ്. അപ്പോൾ ആ കഴിവ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. പരമാവധി സമയങ്ങളിൽ നിങ്ങൾ ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു എപ്പിസോഡ് കൂടി നമ്മൾ അവസാനങ്ങളിലേക്ക് കടക്കുകയാണ്. കണ്ട നിങ്ങളെല്ലാവരോടും നമസ്കാരമുണ്ട്. കൗൺസിലറെ നമസ്കാരം. കൗൺസിൽ അതെ, എൻ്റെ ചില ഫാമിലി പ്രശ്നങ്ങൾ പറയാമെന്ന് വിചാരിച്ചാ വന്നത്. ഫാമിലി പ്രശ്നങ്ങൾ അങ്ങനെ പറയാനായിട്ടുള്ള സ്ഥലം അല്ലല്ലോ ഇത്. ഇത് തമാശ പറയേണ്ട സ്ഥലമാണ്. അല്ല, ഞാൻ എൻ്റെ ഫാമിലി പ്രശ്നം സീരിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുകയാണെങ്കിൽ തമാശയായിട്ട് എടുത്തു. അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ ചിരിക്കാവുന്നതാണ്. തമാശകളുണ്ടെങ്കിൽ നമുക്ക് പറയാം. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താണ്? തമാശ ഉണ്ടോ എന്ന് അറിയത്തില്ലെങ്കിലും ഒരു കുടുംബത്ത് ഭാര്യയും ഭർത്താവും താമസിക്കുമ്പോൾ ഒരു സമത്വമൊക്കെ വേണ്ടേ? പിന്നെ തീർച്ചയായിട്ടും സമത്വമൊക്കെ വേണം, എങ്കിൽ മാത്രമേ ഒരു ഫാമിലി ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതെ, ജോലികൾ അതെ, എല്ലാ കാര്യത്തിലും നമ്മളിപ്പം ഒരാളെക്കാട്ടിൽ വലുതാണ് ചെറുതാണ് അങ്ങനെയൊന്നും വിചാരിക്കാതെ എല്ലാം തുല്യമായിരിക്കും. പിന്നെ ജോലികൾ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഒരു സമത്വം വേണ്ടേ? ഒരു തുല്യതയും സമത്വവും ഒക്കെ വേണം. അത് മാത്രമല്ല, ഇതൊക്കെ ഒരു 10-15 വർഷം മുമ്പുള്ളതിനേക്കാൾ സാമൂഹികമായി ഇപ്പൊ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. സമത്വം വേണമല്ലോ. ഈ 2 കൗൺസിലർമാർ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ഈ സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് എന്റെ ഭാര്യയ്ക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആ റെഡ് സാരി എടുത്ത് പുറത്തു വെക്കുന്ന സ്ത്രീയാണോ നിങ്ങളുടെ ഭാര്യ? എന്തൊരാർജവം! അല്ല, അങ്ങനെ നിന്നോട്ടെ. ഞാൻ പറയുന്നത്, സുഹൃത്തെ, ഭാര്യയെ നമ്മളിപ്പോൾ ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു വേണ്ട. ഭാര്യ ഇല്ലാതായാലും നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഭാര്യ ചെറുതായിട്ട് വഴക്കിട്ടു. ഇപ്പം മിണ്ടുന്നില്ല. അറിയാം, അവൻ കള്ളു കുടിച്ചിട്ട് വന്നാൽ മിണ്ടത്തില്ല, അവൻ വൈകി വന്നാൽ മിണ്ടത്തില്ല, അവന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മിണ്ടത്തില്ല. അങ്ങനെ അവർ തമ്മിൽ ഇപ്പോൾ ഒരു മിണ്ടാട്ടം ഇല്ലാണ്ടായി. അറിയോ? ആ ഭാര്യ എനിക്ക് എന്നിട്ട് എൻ്റെ ഭാര്യ എടുത്തോളം പറയാവോ? താൻ എന്തു വർത്താനോടെ പറയുന്നത്? ഭാര്യ എന്ന് പറഞ്ഞാൽ വീടിന്റെ വിളക്കാണ്. ഇതെന്റെ 4ാമത്തെ ഭാര്യ. അപ്പൊ തനിക്ക് കാർത്തിക വിളക്കാണല്ലോ. എന്നാ പിന്നെ ആ കാർത്തിക വിളക്കിനോട് ഒന്ന് പോയി പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. താൻ ധൈര്യമായിട്ടിരിക്കുക. ഇത്തരം സന്ദർഭങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പുള്ളിക്കാരത്തിയെ ചെന്ന് ഇതിന്റെ എല്ലാ കാര്യങ്ങളും എന്നാലാവും വിധം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാ പ്രശ്നങ്ങളും തീരും. ഓക്കെ? ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ചെന്നപ്പോ എന്താ ചിരിക്കുന്നേ? അല്ല, അവളുടെ ആദ്യത്തെ ഭർത്താവ് ഇതേണക്ക് എന്നോട് വന്ന് പരാതി പറഞ്ഞപ്പോ പറഞ്ഞു മനസ്സിലാക്കാൻ ചെന്ന ആളാണ് ഞാൻ. അപ്പൊ എന്റെ തലയിലായി. ഇനിയിപ്പോ പിഷാരുടെ തലയിലായിക്കോളൂല്ല. അയ്യോ, രമേശ് പൺസപ്പോണ നടക്കുന്നില്ല. പൺസപ്പോണ ടൈം പരിപാടി നടക്കണ്ടേ? അല്ല, ഇപ്പൊ കഥയില്ല ജീവിതം അല്ലേ? കൗൺസിലല്ലേ? കഥയില്ല ജീവിതം. ഇത് പൺസപ്പോണ ടൈം ആണ്. അയ്യോ, ഫ്ലോർ മാറി കുഞ്ഞെ, സോറി കേട്ടോ. Once upon a time